നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹർഷൻ, നീ ഒന്നും പറയണ്ട കേട്ടല്ലോ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. സാധ്യമല്ല. സത്യ ദേ പപ്പി, ഈ നിൽക്കുന്നതാ കാർത്തികാന്റെ കല്യാണം കഴിക്കുന്ന അങ്കിള്. ഉറപ്പായിട്ടും അമ്മയുടെ ഫോണിൽ ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ട കാർത്തികാന്റിയെ കുറിച്ച് പറയാൻ അമ്മ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാ. എന്നാ നമുക്ക് ചെന്ന് ഇന്ന് കാർത്തികാന്റിയുടെ കല്യാണമാണെന്ന് പറഞ്ഞാലോ? അത് പറയാം, ഫോൺ ചെയ്ത് കഴിയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എന്റെ കാര്യങ്ങൾ ഇടപെടരുത്, എന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. നല്ല ദേഷ്യത്തിലാണല്ലോ. ഇപ്പൊ എങ്ങനെയാ വിവരം ചെന്ന് പറയാ? വരട്ടെ, ദേഷ്യം കുറയോ നോക്കാം. കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് രണ്ടും കലിപ്പിച്ചെന്ന് പറയാം. പപ്പിയുടെ വിഷ്ണുവച്ചന് വേണ്ടിയല്ലേ, വഴക്കിടുമെങ്കിൽ വഴക്കിടട്ടെ. ദേ പപ്പി, ആ അങ്കിൾ പോകുന്നു. അയ്യോ, അപ്പൊ എങ്ങനെ നമ്മൾ കാർത്തികാന്റിയുടെ കാര്യം പറയാ? പറഞ്ഞില്ലെങ്കിൽ കുഴപ്പാ. ഇനി ഒന്നും നോക്കണ്ട, നമ്മ രണ്ടുപേരും ഈ കാറിന്റെ ഡിക്കി കയറുന്നു. അങ്കിളിന്റെ ദേഷ്യം കുറയുമ്പോ നമുക്ക് കാര്യം പറയാം. ആ ഡിക്കിയിലോ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല പപ്പി, കാർ ഇപ്പൊ പോവും. കൈതാ. ശ്യാമാൻറ്റിയോട് പറയണ്ടേ? അതിനല്ലേ ഫോണിരിക്കുന്നത്. കാര്യങ്ങള് ഫോണിൽ വിളിച്ച് പറയാം നമുക്ക്. ആ അമ്മ ഇരിക്കും പപ്പി. ഇതെന്റെ അമ്മായിയമ്മ ഒത്തിരി സ്നേഹത്തോടെ തന്ന സ്നേഹ സമ്മാനമാ. ഇതണിയുന്നതോടെ ഞാൻ അവിടുത്തെ മരുമകളാകൂന്ന്. എന്തായാലും ഹർഷൻ എന്നെ ചതിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടനെ എനിക്ക് സ്വന്തമാക്കാതിരിക്കാനാവില്ല. ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള യോഗം എനിക്കാണെന്ന് തോന്നുന്നു. പക്ഷേ എവിടെയെങ്കിലും വെച്ച് കാണും ഞാൻ ഹർഷനെ. അന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എനിക്ക്. നീ എന്നെ കൈ ഒഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ രാജകുമാരിയെ പോലെ കഴിയാൻ പറ്റിയതെന്ന്, സുഖലോലുപതയിൽ ജീവിക്കാൻ പറ്റിയതെന്ന്. നന്ദിയുണ്ടെന്ന് മുഖത്ത് നോക്കി തന്നെ പറയണം എനിക്ക്. മധുശ്രീ പറഞ്ഞതാണ് ശരി. വന്നു കയറിയ മഹാലക്ഷ്മി അല്ലിത്, എന്നെ വിളിച്ചു തന്ന മഹാഭാഗ്യമാണിത്. ഇതിന്റെ നേരെ മുഖം തിരിച്ചാൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല.
വിഷ്ണുവേട്ടന്റെ ഭാര്യയാണ് ഞാൻ. അല്ല, സത്യഭാമയുടെ മരുമകളാണ് ഞാൻ. സത്യഭാമയ്ക്ക് ഏറെ ഇഷ്ടമുള്ള മരുമകൾ. അച്ഛാ, അപ്പോ ആ വിളി നീ മറന്നിട്ടില്ല. ഈ കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോ കണ്ടു മടുത്ത് തന്നെ മനഃപൂർവ്വം മറക്കുന്ന രീതി ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഒരു ഫാഷൻ ആയതുകൊണ്ട് പറഞ്ഞതാ. ഇവളെ ഓർക്കുന്നുണ്ടോ? എന്റെ ഭാര്യ, പേര് ശൈലജ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെയ്ത കാര്യങ്ങൾ മായാതെ മനസ്സിൽ തട്ടിക്കിടക്കുന്നോണ്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓർക്കുന്നെങ്കിൽ ക്ഷമിച്ചേക്കാം. ഇന്ന് മോളുടെ കല്യാണമാണെന്നറിഞ്ഞു. അതെ അമ്മേ, വിഷ്ണുവേട്ടനെ കൊണ്ട് സത്യം ഇന്നെന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ പോവാ. അപ്പോ ഹർഷൻ അവനെയല്ലേ നീ സ്നേഹിച്ചു എന്ന് പറഞ്ഞത്? അവനെ കെട്ടാൻ വേണ്ടിയാണല്ലോ നീ ഞങ്ങൾ തീരുമാനിച്ച കല്യാണം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയത്. സത്യസന്ധമായ പ്രണയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കടുത്ത തീരുമാനം മരണം. എന്നിട്ടിപ്പോ എന്തായി? ആ പ്രണയത്തിന്റെ കടുപ്പൊക്കെ തീർന്നോ? അത് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇന്നിപ്പോ എന്നെ തേടി വന്നിരിക്കുന്ന നല്ല കാലത്ത് തള്ളി പറയല്ല വേണ്ടത്. മക്കളുടെ നല്ല ഭാവി ഓർത്ത് ആശീർവദിക്കുകയാണ് ഒരു നല്ല അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. ഞങ്ങളൊരു നല്ല അച്ഛനും അമ്മയല്ലെന്ന് നീ നേരത്തെ തന്നെ വിധി എഴുതിയതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു നാടിന്റെ മുന്നിലും അവിടുത്തെ നാട്ടുകാരുടെ മുന്നിലും വെച്ച് ഞങ്ങളെ പരിഹാസപാത്രങ്ങളാക്കി നീ ഓടി രക്ഷപ്പെട്ടത്. ഇന്നെന്റെ കല്യാണമാ. ഒരു പെൺകുട്ടി ഏറ്റവും സന്തോഷവതിയായിരിക്കേണ്ട ദിവസം. എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് തന്നെ ആയിരിക്കും. കാരണം സത്യാമ്മയുടെ സ്വത്തും ഈ ആഭരണങ്ങളെല്ലാം കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയല്ലേ. ഇനി ഹർഷൻ തിരിച്ചു വന്നാ നീ എന്ത് ചെയ്യും? ഈ കല്യാണം നടന്ന ആ ശാലിനിമഠത്തിന്റെ അവസ്ഥയോ? മറ്റൊരാളുടെ ശാപം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണം നിനക്ക് വേണോ? അച്ഛാ, അത് പിന്നെ ഹർഷൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് ഇവരെങ്ങനെയാ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? ഞാനല്ല ഹർഷനെ ചതിച്ചതെന്നും ഹർഷനാണ് എന്നെ ചതിച്ചതെന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും വിശ്വസിക്കൂ? വിഷ്ണുവേട്ടനെയും സത്യമ്മയുടെ സ്വത്തം കണ്ടിട്ട് ഞാൻ ഹർഷനെ തള്ളി പറയുകയാണെന്ന് ഇവർ പറയൂ. മോളെ, നീ ഒരു ജീവിതം ആഗ്രഹിച്ചത് ഹർഷന്റെ കൂടെയാ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലല്ലേ മോളെ വിവാഹം കഴിക്കേണ്ടത്? ഇവിടെ വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.